ഈ രാത്രികാലത്ത് നമുക്കൊരു വാക്യം ധ്യാനിക്കാം. 1 തിമോഥെയോസ് 4 അധ്യായം 12 വാക്യം 13 വാക്യം. നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. വാക്യം നമുക്ക് ബൈബിളിലുള്ള ഒരു വാക്യമാണ്. ഇത് നമ്മളെ നൽവഴിപ്പെടുത്തുന്ന ഒരു വാക്യം. എങ്ങനെ നമ്മളെ നല്ലതാക്കും എന്ന് നമുക്ക് പറയാം. നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. നമ്മുടെ യങ് ലൈഫ് വേസ്റ്റ് ആക്കരുത്. കർത്താവിൽ ആശ്രയിപ്പാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ കർത്താവിൽ യേശുപ്പച്ചനിൽ ആശ്രയിക്കുവാൻ നമ്മൾ കടമ്പെട്ടവരാണ്. യൗവനകാലത്ത് സൃഷ്ടാവിനെ നനച്ചൊൽക. എൻ്റെ പാതകൾ നേരെയാകണമെങ്കിൽ എന്തുവാ? യൗവനകാലത്ത് സൃഷ്ടാവിനെ നനച്ചൊൽക. പലപ്പോഴും അവற்றிലെല്ലാം നാം മാറിക്കഴിഞ്ഞു. എന്നാൽ കർത്താവ് വീണ്ടെടുക്കുന്നു, പുതുക്കുന്നു. നടപ്പിലും സ്നേഹത്തിലും വാക്കിലും നമ്മുടെ വേർഡ്സിൽ, നമ്മുടെ നടപ്പ്, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വിശ്വാസികളുണ്ടല്ലോ, ലോകത്ത് അനേക വിശ്വാസികളുണ്ട്. അവർക്ക് നാം മാതൃകയായിരിക്കാൻ നാം ശ്രമിക്കുന്നത് നടപ്പിലും വാക്കിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം, കർത്താവ് യേശുപ്പച്ചൻ വരുവോളം പ്രബോധനം, ഉപദേശം എന്നിവയെ ശ്രദ്ധിച്ചോളൂ. പ്രബോധനം എന്തോ? ഇൻസ്ട്രക്ഷൻസ്, റൂൾസ്, ഇതിലൊക്കെ നമ്മൾ ഉപദേശം, കർത്താവിൻ്റെ പ്രബോധനം, ഉപദേശം എന്നിവയിൽ നിലച്ച് നിൽക്കുക. എത്ര മനോഹരമായൊരു വാക്യം ഞാൻ പറഞ്ഞു. ഈ വാക്യം ധ്യാനിക്കാം. ഇപ്പോൾ നമ്മൾക്ക് ബൈബിൾ അടുത്തുണ്ടെങ്കിൽ ബൈബിൾ നോക്കുമ്പോൾ 1 തിമോഥെയോസ് 4 അധ്യായം 12-13 വാക്യം നിങ്ങളൊന്ന് വായിക്കുക. നിങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇത് കേൾക്കുമ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അത് കൂടുതൽ എൻകറേജ്മെൻറ്റ് എനിക്ക് നൽകിത്തരും. നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നമ്മൾ പലപ്പോഴും അതിൽ അകന്നു പോകുന്നപ്പോൾ അതുകൊണ്ട് നാം പിറുപിറുപ്പായി, അസൂയയായി പിറുപിറുപ്പ് പോകുന്നു. എന്നാൽ കർത്താവ് പറയാം, അതെല്ലാം മാറ്റിയിട്ട് വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്ന് പറയുന്നു. നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കില്ല, നടപ്പില്ല, പ്രവൃത്തിയിലൊക്കെ തെറ്റുകൾ ചെയ്തു പോയിരിക്കും. എന്നാൽ കർത്താവെല്ലാം ക്ഷമിക്കുന്ന ഒരു കർത്താവാണ് യേശുപ്പച്ചൻ. നമ്മെ വീണ്ടെടുക്കുന്നു. തൻ്റെ തങ്കച്ചോരയിൽ കഴുകി നമ്മളെ വീണ്ടെടുത്ത് വീണ്ടും പുതുക്കി ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം നമ്മളെ ഒരുക്കുന്നു. ആമേൻ.